ദൈവനാമം മഹത്വപ്പെടട്ടെ. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളിൽ സുവിശേഷത്തിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് അപ്പോസ്തലൻ പരാമർശിക്കുന്നത്. നേതാവിനെ ബന്ധനത്തിലാക്കിയാൽ അണികൾ ബലഹീനമാകുമെന്ന സാധാരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റോമൻ അധികാരികൾ പൗലോസിനെ കാരാഗൃഹത്തിൽ അടച്ചത്. പക്ഷേ പൗലോസിൻ്റെ ബന്ധനം ക്രിസ്തുവിശ്വാസികളെ പ്രബുദ്ധരാക്കി. പൗലോസ് സ്വന്തം മതമല്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ മതമാണ് പ്രസംഗിച്ചത്. ക്രിസ്തുവാകുന്ന യഥാർത്ഥ നേതാവിനെ കാരാഗൃഹത്തിൽ അടയ്ക്കുവാൻ സാധിക്കാത്തത് മൂലം ഭരണാധികാരികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റി. ഇടയനെ വെട്ടിയിട്ടും ആടുകൾ ചിതറിയില്ല. റോമിലെ ക്രിസ്ത്യാനികൾ കർത്താവിൽ ധൈര്യം വീണ്ടെടുത്ത് ശക്തിയോടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ തുടങ്ങി. അനേകർ ക്രിസ്ത്യാനികളായി സുവിശേഷം അഭിവൃദ്ധിപ്പെട്ടു. പുറമേ ചങ്ങലകളാൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരുന്നുവെങ്കിലും അകമേ ഹൃദയം ക്രിസ്തുവിൽ ബന്ധിക്കപ്പെട്ടിരുന്നതിനാൽ പൗലോസിൻ്റെ വായും നാവും അനേകർക്ക് സുവിശേഷം മനസ്സിലാക്കി കൊടുക്കുവാൻ യേശുക്രിസ്തു പ്രയോജനപ്പെടുത്തി. അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായം 23, 29, 30 തിരുവചനം. റോമിലെ കാരാഗൃഹത്തിലെ ഇരുട്ടും ചങ്ങലയും ക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ വെളിച്ചവും സ്വാതന്ത്ര്യവുമായി പൗലോസ് കണക്കാക്കി. എത്ര ശ്രേഷ്ഠമായ ഉപമ! ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തമാകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നതെന്ന അപ്പോസ്തല പ്രവൃത്തികൾ 28-ന്റെ 20 പൗലോസിൻ്റെ സാക്ഷ്യം ക്രിസ്തീയ സഹോദരങ്ങൾക്ക് ശക്തിയും ധൈര്യവും ഉന്മേഷവും കൊടുത്തു. ഈ ഭാഗത്ത് പറയുന്ന പ്രേത്തോറിയം എന്ന ലത്തീൻ വാക്കിന് പ്രേറ്ററുടെ കൂടാരം എന്നർത്ഥം. റോമ പട്ടാളത്തിലെ നായകനെ പ്രേറ്റർ എന്ന് വിളിച്ചിരുന്നു. അതിനാൽ പ്രേത്തോറിയം പട്ടാള ക്യാമ്പിൻ്റെ മധ്യത്തിലായിരുന്നു. അതിനു ചുറ്റും കാവൽ നിന്നിരുന്നവർക്ക് അകമ്പടി പട്ടാളക്കാർ എന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ ഗവർണർക്കും ചക്രവർത്തിക്കും തന്നെയും ഇവരുടെ സേവനം ലഭിച്ചിരുന്നു. റോമിലെ പാലറ്റീൻ കുന്നിലായിരുന്നു ചക്രവർത്തിയുടെ കൊട്ടാരം. അതിന് താഴെ രാജപാതയുടെ അടുത്തുള്ള പാറയിടുക്കിലായിരുന്നു പൗലോസിൻ്റെ കാരാഗൃഹമെന്നും വിശ്വസിക്കപ്പെടുന്നു. അതിൻ്റെ കാവൽക്കാരായിരുന്നത് ചക്രവർത്തിക്കും ഗവർണർക്കും അകമ്പടി സേവിച്ചിരുന്ന ഇന്നത്തെ പോപ്പിൻ്റെ സിസ്ഗ്വാഡ് പോലെയുള്ള പ്രത്യേക വിഭാഗം പട്ടാളക്കാരായിരുന്നു. അവരും പൗലോസിൻ്റെ പ്രസംഗം കേൾക്കുവാനിടയായത് സുവിശേഷ വളർച്ചയ്ക്ക് കാരണമായി. ക്രിസ്തുവിശ്വാസികളുടെ ബന്ധനവും കഷ്ടതയും അവർക്കും ക്രിസ്തു രാജ്യത്തിനും നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിലും. റോമൻ ചക്രവർത്തിമാരെ ദൈവമായി ആരാധിക്കുവാൻ ക്രിസ്ത്യാനികൾ വിസമ്മതിച്ചതിനാലാണ് റോമാക്കാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ കാരണമായതെന്ന് രേഖപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലും പത്രോസ്, പൗലോസ് സ്ലീഹന്മാർ ഉൾപ്പെടെയുള്ളവരുടെ മരണത്തിനും റോമാക്കാർ കാരണക്കാരായി. ഫിലിപ്പിയർ 1-12 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന്. അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്കപേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു എന്ന് 12-ാം തിരുവചനത്തിൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ അവിടുത്തെ രാജ്യം നമ്മിലും നമുക്ക് ചുറ്റുമുള്ളവരിലും വരുവാൻ വേണ്ടി ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ പങ്ക് എന്ത് എന്ന് ഈ സമയത്ത് ചിന്തിക്കണം. വെറും നാമമാത്രമായി ജീവിച്ചാൽ മതിയോ? ഓർക്കുക, വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കമത്രേ എന്ന സത്യം നമ്മെ കർമ്മനിരതരാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.